അപ്പോൾ ഇഞ്ചി കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചി നമ്മൾ നല്ലതായിട്ട് വൃത്തിയാക്കി നല്ല കഴുകി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേക്ക് ചട്ടി വെച്ച് എണ്ണ ഇങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി ഒന്ന് കോരിയെടുക്കാം. വറുത്തെടുത്ത ഇഞ്ചി ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കല്ല് നന്നായിട്ട് ഉണക്കിയെടുക്കണം. വറുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഇങ്ങ് ഒഴിച്ചെടുക്കാം. കുറച്ചെണ്ണ ഒഴിക്കണം, അധികം എണ്ണ ഒഴിക്കണ്ട. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടി നമുക്കിത് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉലുവ പൊടി ചേർത്താലും മതി. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് മൂപ്പിക്കാവുള്ളൂ. പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ആകപ്പാടെ മാറും. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് നോക്കി ഒഴിക്കാവുള്ളൂ, പുളി കൂടുതൽ. അപ്പം പുളിവെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് നമുക്കിനി ശർക്കര ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. അപ്പോൾ നമുക്ക് എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടി ഇടാവുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. നല്ല സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയായി. മാങ്ങാച്ചാറ് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം. മാങ്ങ എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് തന്നെ പൊടിയായിട്ട് കട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് തിരുമ്മി വെക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കണക്കിൽ ഉപ്പിടുവാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 50 മില്ലി വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉലുവ കൂടുതലിട്ടിരിക്കുകയാണ്, ഉലുവ പൊടിയൊന്നും ചേർക്കുന്നില്ല. കടുക് ഉലുവ പൊട്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി അരിഞ്ഞിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ഇടാം. കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, കിരികിര ഒച്ച കേൾക്കുന്നുണ്ടോ? നല്ലതായിട്ട് അതിൻ്റെ ഈർപ്പമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇടുമ്പോൾ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചേക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയാണ്. നമ്മളെടുത്തിരിക്കുന്ന ഒരു 1/2 കിലോ മാങ്ങയാണ്. അപ്പോൾ നമുക്കൊരു 3 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിനാണ് 3 സ്പൂൺ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങയ്ക്കകത്ത് കായപ്പൊടി ഇട്ട് മിക്സ് ചെയ്താണ്, അത് കാരണം ഇതിൻ്റെ അകത്തൊരു കുറച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അധികം ഒന്ന് കരിഞ്ഞ് പോയിരിക്കുമ്പോൾ നമുക്കൊരു 50 മില്ലി വിനെഗരി ഒന്ന് വെച്ച് അതിനെ തണുപ്പിക്കാം. അല്ലെങ്കിൽ ആ പൊടി ആ ചട്ടിയുടെ ചൂടുകൊണ്ടൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ചെല്ലുമ്പോഴത്തേക്ക് അതങ്ങ് തണുത്തോളും. നമ്മളിതെല്ലാം തിരുമ്മി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി മൂടിയൊക്കെ നിങ്ങൾ എടുക്കാം. അതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ എൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസാലേൻ്റെ അതിലേക്ക് മിക്സ് ചെയ്യാം.
ഇനി മാങ്ങയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. ആ കോക്കനട്ടിൻ്റെ വിനാഗിരി ആകുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ സിന്തറ്റിക് വിനാഗിരിയേക്കാൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടികൾ. കരുനാരങ്ങ വെച്ച് നമുക്കൊരു സദ്യയുടെ അച്ചാർ റെഡിയാക്കാം. നമ്മുടെ തുടങ്ങാം. അപ്പോൾ ആദ്യം നാരങ്ങയ്ക്കകത്തൊരു ഉപ്പും കായപ്പൊടിയും പച്ചമുളക് കൂടെ ഒന്ന് തിരുമ്മി വെക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തേക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇടാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ചിട്ട് കൊടുക്കാം. 10 മില്ലി വിനാഗിരിയും കൂടി ഒഴിക്കാം. ഇനി നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ 1 ടീസ്പൂൺ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നാരങ്ങയ്ക്ക് മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ ഈ ചെറിയ എരിവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതിന് മാത്രം കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വറ്റൽമുളകും കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ വറ്റൽമുളക് ഇതൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലൈറ്റ് മഞ്ഞൾ കളറാണ് ഇതുണ്ടാക്കുന്നത്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം നമ്മൾ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നല്ല പുളിയൊക്കെ ആയിരിക്കും, നല്ല പുളിയും കയ്പ്പൊക്കെ ആയിരിക്കും നാരങ്ങയ്ക്ക്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ചൂടോടി പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര വേഗം ഒന്ന് അയലിക്കും. അച്ചാറിൻ്റെ മസാലക്കൂട്ടം എല്ലാം റെഡിയായി. ഇനി നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങയ്ക്കകത്തൊരു ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയുണ്ടോ, നാരങ്ങയുടെ വെള്ളമെല്ലാം ഇറങ്ങി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട, ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നാരങ്ങ വെള്ളമൊക്കെ ഇടുക എന്ന് പറയും. നാരങ്ങയുടെ മഞ്ഞക്കളറൊന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നാരങ്ങയ്ക്ക് നല്ല കയ്പും പുളിയുള്ള കാരണം ഉപ്പും പഞ്ചസാരയും കൂടി നിന്നാലും കുഴപ്പമില്ല, കൂട്ടിയിട്ടേ വെക്കാവുള്ളൂ. നാരങ്ങ തണുത്ത് ആറി 1 ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ബാലൻസ് ആവും. കറിനാരങ്ങ കൊണ്ട് നമ്മൾ നല്ലൊരു അച്ചാർ തയ്യാറാക്കി നമുക്ക് അടിപൊളി ഒരു കിച്ചടി ഉണ്ടാക്കാം. ബീട്രൂട്ട് വെച്ച് നല്ലൊരു കിച്ചടി നമുക്ക് തയ്യാറാക്കാം. ബീട്രൂട്ട് ഉപയോഗിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ബീട്രൂട്ട് അങ്ങ് ഇടാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. നമുക്കിന്ന് ഊറ്റാം. പിന്നെ ഇന്ന് കോരി മാറ്റാം. അപ്പോൾ നമുക്കിന്ന് അരച്ചെടുക്കാം. എണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ബീട്രൂട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ വെള്ളം എല്ലാം ഇതിൻ്റെ അകത്ത് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ അകത്ത് തേങ്ങയുടെ പാലാണ് ഒഴിക്കുന്നത്, തേങ്ങ അരച്ചല്ല ചേർക്കുന്നത്. ഈ കിച്ചടിക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എടുത്തിരിക്കുന്ന പാലം ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ബീട്രൂട്ട് നമുക്ക് ചിരണ്ടി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അപ്പോൾ ഇനി തണുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ തൈര് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ താളിപ്പിന് വേണ്ടി നമുക്ക് കടുകും കറിവേപ്പിലയും കുറച്ച് ജീരകം കൂടെ പൊട്ടിച്ച് ചേർക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകം കൂടി ഇടാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
കറിവേപ്പിലയും കൂടി ഇടാം. താളിപ്പ് റെഡിയായി. നമുക്ക് ഇനി കറിക്കകത്തേക്ക് ഒഴിക്കാം. അപ്പം ബീട്രൂട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് തൈര് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ താളിപ്പൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. കടുകും കറിവേപ്പിലയും ജീരകവും പൊട്ടിച്ചത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കിച്ചടിയുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും. ജീരകം പൊട്ടിക്കാന്നുള്ള ജീരകപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. മധുരം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം, അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ സദ്യയുടെയൊക്കെ രീതിക്ക് സ്വാദിഷ്ടമായ ഒരു ബീട്രൂട്ട് കിച്ചടി റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം ഓലൻ ആണ്. പയർ വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പയർ വേവിച്ച് ഊറ്റിയെടുക്കാം. പയർ വേകുമ്പോൾ അതിൻ്റെ കളർ ഉണ്ടല്ലോ, ബ്രൗൺ കളർ, അതെല്ലാം ഇറങ്ങിയിട്ട് നമ്മുടെ ഓലിൻ്റെ അതിടുമ്പോഴത്തേക്കും ഒരു കളർ വ്യത്യാസം വരും. ആ കളർ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേവിച്ചൊന്ന് ഊറ്റി മാറ്റുവാണ്. അപ്പോൾ ഇനി അതൊക്കെ തീയം കൊടുക്കുക. പയർ വേവിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് കുമ്പളങ്ങ ഒന്ന് വേവിക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ വേവിക്കുമ്പോൾ 2 പാലം ഒഴിച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. ആവിയൊക്കെ കയറി ഒരു 3/4% വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഒന്ന് വേകട്ടെ. കുമ്പളങ്ങ എടുക്കുമ്പോൾ നമ്മുടെ നാടൻ കുമ്പളങ്ങ ഉണ്ടല്ലോ, നമ്മുടെ തോടിൻ്റെ പുറത്ത് പൊടിയൊക്കെ ഉള്ള കുമ്പളങ്ങ, അതാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും ഉണ്ടാവും. അത് അധികം വെന്ത് ഉടഞ്ഞും പോകത്തില്ല. നമ്മുടെ ആവശ്യത്തിന് നല്ല പരുവത്തിന് കുമ്പളങ്ങ കാണുകയും ചെയ്യാം. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ കൊഴുപ്പിൽ അങ്ങനെ കിടക്കുകയും ചെയ്യും. ഇപ്പോൾ ഉള്ള ഇളവനും പിന്നെ പാണ്ടി കുമ്പളങ്ങയൊക്കെയാണ്. അതൊക്കെ ചിലതൊക്കെ വെന്ത് ഇങ്ങനെ അവിഞ്ഞു പോവും. നാടൻ കുമ്പളങ്ങ കിട്ടാൻ ഇല്ല. അങ്ങനെ നാടൻ നെയ്ക്കുമ്പളങ്ങ ചെറിയ അധികം വലിപ്പമൊന്നുമില്ല, ചെറിയ വലിപ്പമൊക്കെ ഇല്ലുള്ളൂ. നമ്മളിപ്പം ഒരു കറി കൂട്ടിക്കഴിഞ്ഞിട്ട് ആ കറിയുടെ ടേസ്റ്റ് എല്ലാം നമ്മുടെ നാവിലിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മുടെ രസമുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഓയിലൊന്ന് തൊട്ട് നാക്കിൽ വെക്കും. അപ്പോൾ അതെല്ലാം ആ ടേസ്റ്റ് എല്ലാം മാറിയിട്ട് നമ്മുടെ രസമുകളങ്ങൾ പഴയ പോലെ ആവും. അപ്പോൾ അടുത്ത കറി കൂട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിനാണ് ഓലം കൂട്ടുന്നത്. അപ്പോൾ ഓലം കർത്തവ്യം അതാണ്. അതിനാണ് ഓലിന് ഉപ്പും ഇല്ല, എരിവും ഇല്ല, പുളിയില്ല, ഒന്നുമില്ല. തേങ്ങാപ്പാലിൻ്റെ ആ കുമ്പളങ്ങയുടെ ടേസ്റ്റ് ഒരു പച്ചവെള്ളം എന്ന അത്തിരി ഒരു ടേസ്റ്റാണ്. പ്രത്യേക ഒരു ടേസ്റ്റൊന്നും വരത്തില്ല ഓലിന്. കുമ്പളങ്ങ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി പയറിലേക്ക് ഇട്ട് കൊടുക്കാം. പയറങ്ങ് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 പാലും ഒഴിച്ച് കൊടുക്കാം. 1 പാലം ഒഴിച്ച് വെച്ച് ഒരു തിള വന്ന് നമ്മൾ ഓഫ് ചെയ്തേക്കണം. അതിൻ്റെ ഒരു തിള വന്ന് നമുക്കൊന്ന് ഓഫ് ചെയ്തേക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കാരണം നന്നായിട്ടൊന്ന് കട്ടിയാവും. അപ്പോൾ ഇലയിലൊക്കെ വിളമ്പാനുള്ള കറക്റ്റ് പാകമായിരിക്കും. കറിവേപ്പില ഇട്ടിട്ടില്ലായിരുന്നു, ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ നല്ല അടിപൊളി പച്ച കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ മൂടി വെക്കുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയുടെ മണവും ആ പച്ച വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കും. അടിപൊളിയാണ്, നല്ല മണമായിരിക്കും അത് തുറക്കുമ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ മൂടി അങ്ങ് തുറക്കാം. നല്ല ആവിയൊക്കെ തട്ടി നല്ല അടിപൊളി മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മധുരക്കറിയാണ്. പൈനാപ്പിളും മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സദ്യയുടെ മധുരക്കറി നമുക്ക് റെഡിയാക്കാം. മധുരക്കറിക്ക് ആദ്യം പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അത് ചട്ടിയിലിട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കത്. അപ്പോൾ ഈ പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. കുറച്ച് തേങ്ങ വറുത്ത് കൊടുക്കണം. തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇടാം. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചതച്ചെടുക്കാവുള്ളൂ. അപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കി എടുത്തതുണ്ട്. അപ്പോൾ വെച്ചിട്ടൊരു 15 മിനിറ്റായി. നമുക്ക് എൻ്റെ മൂടെ ഒന്നിട്ട് നോക്കാം. പൈനാപ്പിൾ ഏകദേശമൊക്കെ വെന്ത് കാണും. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും ഇട്ട് കൊടുക്കാം. ശർക്കര വേറെ ഉരുക്കാൻ നിൽക്കണ്ട, ഇതിലേക്ക് നേരിട്ടങ്ങ് ഉരുക്കാം. ശർക്കര നമ്മൾ ചീകി വെച്ചാൽ വേഗം ഒന്ന് അലുക്കും.
അപ്പോൾ നമുക്കിനി ഇതിലിടാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ തേങ്ങ ഒന്ന് വറുക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെ സൈഡിലേക്കുള്ളതൊക്കെ കരിഞ്ഞു പോകും. തേങ്ങ ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറായി. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് കിടന്ന് കഴിയുമ്പോഴത്തേക്കും ശർക്കരയുടെ ബാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകും. അപ്പോൾ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തേച്ച് അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന കുറച്ച് വലിപ്പമുള്ള മുന്തിരിങ്ങയാണ്. കറുത്ത മുന്തിരിങ്ങ ആണെങ്കിൽ കാണാൻ ഇച്ചിരി ഭംഗിയുണ്ടാവും. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം മുന്തിരിങ്ങ ഇടാൻ, അല്ലെങ്കിൽ മുന്തിരിങ്ങ വെന്ത് പൊട്ടി അവിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. കറുത്ത മുന്തിരിങ്ങ ആണെങ്കിൽ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇനി കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ ഇനി കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. അപ്പോൾ സദ്യയുടെ രീതിക്ക് നല്ല സ്വാദിഷ്ടമായൊരു പൈനാപ്പിൾ മധുരക്കറി റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല കോട്ടയം സ്റ്റൈലിൽ സദ്യയുടെ അടിപൊളി ഒരു അവിയലാണ്. അവിയലിൻ്റെ പേരിലിരിക്കുന്ന ചേന അതിടാം. വള്ളിപ്പയർ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആയിട്ട് കൊടുക്കാം. പച്ചക്കായ, പടവലങ്ങായ അരിഞ്ഞ് വെള്ളരിക്ക അരിഞ്ഞ് വെച്ചത്, ക്യാരറ്റ്, വഴുതനങ്ങ, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു. വെളിച്ചെണ്ണ ഒഴിക്കാം. ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ വെയിറ്റുകളിലൂടെ ഒന്ന് മൂടി തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചെറിയ തീയിൽ ആവിയിലങ്ങ് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെക്കണം. ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് മുരിങ്ങക്കോട് ഇട്ട് കൊടുക്കും. തേങ്ങയും ജീരകം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ട്. നുള്ളു ജീരകമാണ് ഇടുന്നത്, അധികം ജീരകമൊന്നും ഇടണ്ട. ഒരു നുള്ളു ജീരകം മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂട തുറക്കാം. ഒന്ന് ഇളക്കിയിടാം. ചെറുതായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. മുരിങ്ങക്കോലിടാം. അപ്പോൾ ആവിയെല്ലാം കയറി നന്നായിട്ട് ഇതിൻ്റെ വെയിറ്റോളൊരു 30% വേവായിട്ടുണ്ട്. നമുക്കിതിൻ്റെ അതിന് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഒന്ന് പുളി ഇറങ്ങിയതിനായി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മാങ്ങയുടെ പുളിയാണ് നമുക്ക് ഇതിൻ്റെ അവിയലിൻ്റെ പുളി. അപ്പോൾ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. വെജിറ്റബിളിലെ വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. 4 പച്ചമുളക് കൂടെ കീറി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടെ എന്നിട്ടിട്ട് ആവി കയറ്റിയെടുക്കാം. നമ്മൾ ഇത് ഒരു മുറി തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് അതങ്ങ് ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് ചെറുതായിട്ട് ആവി കയറ്റിയാൽ മതി. അധികം തേങ്ങ ഒന്നും കുക്കാക്കി എടുക്കണ്ട. ചെറുതായിട്ട് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ തേങ്ങയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി നല്ലതായിട്ടൊന്ന് ആവി ഒന്നുകൂടെ കയറി. ഇനി നമുക്കിൻ്റെ അതിൽ കുറച്ച് ഇത് പച്ച കറിവേപ്പില കൂടെ അങ്ങോട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം.
അടിപൊളിയായിട്ടൊരു അവിയൽ റെഡിയാക്കി നമ്മുടെ സദ്യയുടെ സ്റ്റൈലിൽ. അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. നമുക്ക് ചേനയൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് വേവിക്കാം. ഇത് ഞാൻ ഇട്ട് കൊടുക്കാം. ഇനി വേവാനുള്ള ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാം. കുറച്ച് കറിവേപ്പില അത് ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ഇടാം. വെന്ത് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് കറിക്കകത്തോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഉപ്പിടാം. ഇപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കാം. തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. പകുതി തേങ്ങ ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് വറക്കാനുള്ളതാണ് തേങ്ങ. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം. 3-4 ചെറിയ ഉള്ളിയും കൂടി ഇടാം. 2 പച്ചമുളകും. 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പൊടിയാണ്, കുരുമുളക് പൊടിയാണ്. കുരുമുളകാണെങ്കിൽ ഒരു 10 പീസ് കുരുമുളക് ഇട്ടാൽ മതി. അപ്പോഴത്തേക്കും വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചേന വേകാൻ ഒരു 4 വിസിലെങ്കിലും അടിച്ചു. പിന്നെ അത് തുറന്നിട്ട് അതിലേക്ക് തന്നെ പയറിട്ട് വേവിക്കാം. 2 വേവിര് വേണ്ടല്ലോ. അപ്പം നീ പയറങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പയറിന് അധികം വിസിലടിക്കേണ്ട, 1 വിസിലടിച്ചാൽ മതി. വെള്ളത്തിയിട്ട് കുതിരുന്ന കാരണം പയറിന് 1 വിസിലടിച്ചാൽ മതി. അപ്പോൾ ഈ ഉരുളി ചൂടായിട്ട് നമുക്ക് ഇനി ആദ്യം തേങ്ങ എന്ന് വറുത്ത് മാറ്റണം. നമ്മുടെ എരിശ്ശേരിക്കകത്ത് ലാസ്റ്റിലുള്ള വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ആദ്യം വറുത്ത് മാറ്റിയെടുക്കാം. അത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടിയിട്ടുണ്ട്. ചെറിയോടി ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്ന വിധത്തിൽ. അപ്പോൾ തേങ്ങ വറുത്ത് നല്ല ചുവന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. തേങ്ങ വറുക്കാൻ നമുക്കൊരു 10-15 മിനിറ്റ് എടുത്തു. അപ്പോൾ ഇനി ഉരുളിക്കകത്തോട്ട് നമ്മൾ ചേനയും പരിപ്പൂടെ വെന്തം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർക്കാം. 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ചേന വേവിച്ചപ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് തേങ്ങയുടെ എല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചേനയും പയറും വെച്ചുള്ള എരിശ്ശേരി റെഡിയായി. നല്ല നാടൻ സ്റ്റൈലിൽ തന്നെ അടിപൊളി ഒരു പരിപ്പ് റെഡിയാക്കാം. ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പൊന്ന് വറക്കാം. പരിപ്പ് വറുത്തിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ പായസത്തിനൊക്കെ വറക്കുന്നത് തന്നെ വറുത്തെടുക്കണം. നമ്മളിത് ക്ലീൻ ചെയ്ത പരിപ്പ് കാരണം കുഴപ്പമില്ല. അല്ലെ ചെറുപയറാകുമ്പോഴത്തേക്ക് അതിന് വറുത്ത് പൊടിച്ച് പേറ്റി കുറേ പണിയാവും. ഇതിങ്ങനെ പരിപ്പായിട്ട് കിട്ടുന്ന കാരണം നമുക്ക് എളുപ്പമാണല്ലോ. പരിപ്പ് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ബ്രൗൺ കളറായി. അപ്പോൾ ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേകാനുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. തേങ്ങ നരച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമുക്ക് പരിപ്പിൽ നേരിട്ടിടാം. ഇതിൻ്റെ അത് അരച്ചെടുക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
പിന്നെ പച്ചമുളക് കൂടി ഇടാം, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് പോട്ടെ. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ പരിപ്പ് ഇരിക്കും തോറും കട്ടിയാകുന്നതാണ്. അപ്പം നല്ല ലൂസാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വറവലിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഇനി ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തരം വെജിറ്റബിൾസാണ് സാമ്പാറിന് വേണ്ടിയുള്ളത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സാമ്പാർ അങ്ങ് റെഡിയാക്കാം. പരിപ്പ് വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് വേവിക്കാം. 100 ഗ്രാം പരിപ്പുണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഉരുളി വെച്ചൊന്ന് ചൂടാക്കാം. ഉരുളി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഇട്ട്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, ചേമ്പ്, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങക്കോല്, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നൊന്ന് ഒരു പകുതി ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കത്തിരിക്ക ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഇങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ ഈർപ്പങ്ങളൊക്കെ ഒന്ന് പോകും. വെന്ത് കഴിഞ്ഞാലും വെജിറ്റബിൾ അധികം ഉടയാണ്ടിരിക്കും. സദ്യയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റും നല്ല വെജിറ്റബിളിനൊക്കെ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. വെജിറ്റബിൾ വഴന്ന് പകുതിയായിട്ടുണ്ട്. ഇതിലേക്ക് വഴുതനങ്ങ ഇടാം. വഴുതനങ്ങയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിളെല്ലാം വഴന്ന് ഇനി വെള്ളം ഒഴിച്ച് വേവിക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. കട്ടക്കായ ആകുമ്പോൾ നല്ല മണമായിരിക്കും. പൊടിയേക്കാൾ നല്ല മണം കട്ടക്കായത്തിനായിരിക്കും. കഷ്ണങ്ങൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ടാലേ കഷ്ണങ്ങളിലൊക്കെ പിടിക്കുകയുള്ളൂ. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. വെണ്ടയ്ക്കയും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോവും. വെണ്ടയ്ക്കായ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് ഇതിലേക്ക് നമുക്ക് ഇനി സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച സാമ്പാർ പൊടിയാണ്. നമ്മളെല്ലാം ഈ ഒരു സാമ്പാറിന് വേണ്ടിയുള്ളതാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് കാരണം ഇതിനകത്തെല്ലാം ചേർത്തിട്ടുണ്ട്. കാരണം വേറെ പൊടികളൊന്നും ചേർക്കണ്ട. വേറെ മുളക് പൊടിയോ മറ്റു ചേർക്കണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി മൂപ്പിക്കാം. ചെറിയ തീയിലിട്ട് മൂപ്പിക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകല്. അപ്പം പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിക്ക് ഒരു വെള്ളമായ കാരണം ഒന്ന് തണുക്കും. ഇതിലേക്ക് നമുക്ക് വേവിച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കാം. വാളൻപുളി പിഴിഞ്ഞ് ഒഴിക്കാം. കഷ്ണം വേവിക്കാൻ നേരത്താണ് ഉപ്പിട്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരിക്കും. പുളി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നോക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും ഉപ്പും എല്ലാം എരിവും എല്ലാം കറക്റ്റാവും. അപ്പോൾ ചവർപ്പെല്ലാം ഒന്ന് മാറും.
നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. നല്ല സ്വാദിഷ്ടമായ രീതിയിൽ സദ്യയുടെ സ്റ്റൈലിലെ സാമ്പാർ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത വിഭവമായിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു. അപ്പോൾ ഓണവിഭവമായിട്ട് നമുക്കൊരു കാളൻ റെഡിയാക്കാം. വെള്ളം ഒഴിക്കാം. അപ്പോൾ ചേന ഇട്ട് കൊടുക്കാം. പച്ചക്കായ ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചേനയും കായും കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളക് ഇട്ടാലും മതി. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇടാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തൈരങ്ങ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ചേനയും കായയുടെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. കായ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേന വെന്തിട്ടുണ്ട്. ചേന നമ്മൾ ചെറുതാക്കിയാണ് ഇട്ടത്. അല്ലെങ്കിൽ വേഗം ഇച്ചിരി താമസിക്കും. കായം ചേന ഒന്നിച്ചിടുമ്പോഴത്തേക്കും. അതേപോലുള്ള ചേനയാണെങ്കിൽ പകുതി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കായ ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കായ വെന്ത് പോവും, ചേന വേഗം താമസിക്കുകയും ചെയ്യും. നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയട്ടെ. ചെറു തീയിലിട്ടിട്ട് തൈരങ്ങ് ഒഴിച്ച് കൊടുക്കാം. ചെറിയ തീ തന്നെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ട് ചെറുതായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് അരപ്പങ്ങ് ചേർക്കാം. തേങ്ങാരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് തേങ്ങയുടെ ആ പച്ചപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നല്ല കുറുകിയിരിക്കുന്ന ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് കുറുകും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഈ പച്ച കിരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ എൻ്റെ ഇറങ്ങും. എരിവ് നമ്മൾ പച്ചമുളക് തെറ്റാണ് വേവിച്ചത്. തേങ്ങ അത്രയ്ക്ക് എരിവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ അകത്തും പച്ചമുളക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ അതിനകത്ത് പച്ചമുളക് ഇട്ടാണ് വേവിച്ചത്. മുളക് പൊടി ഇട്ടു. അപ്പം നല്ല ആവശ്യത്തിനുള്ള എരിവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അരപ്പിൻ്റെ അകത്ത് നമ്മൾ കുരുമുളക് പൊടി ഇട്ടാണ് അരച്ചത്. ആവശ്യത്തിനുള്ള എരിവായിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇടാം. ഒരു തുള്ളി കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ വറവലങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് കൊണ്ട് നല്ല രുചിയോടുകൂടി ഒരു പരിപ്പ് പ്രഥമൻ നമുക്കിന്ന് തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. 200 ഗ്രാം പരിപ്പിൻ്റെ പായസമാണ് നമ്മൾ റെഡിയാക്കുന്നത്. പരിപ്പിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. പരിപ്പ് ഫ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് ചുമക്കാൻ തുടങ്ങി. അധികം നീ മൂപ്പിക്കണ്ട. നമുക്കത് ഓഫ് ചെയ്യാം. പരിപ്പ് എടുത്തിരിക്കുന്ന ഒന്ന് നോക്കണം, കടിച്ച് നോക്കാം. പരിപ്പെടുത്തിട്ട് കടിച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് നല്ല കറുമുറാന്ന് പൊടിയുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. പരിപ്പ് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം.
ഇങ്ങനെ തന്നെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ പരിപ്പിനധികം ചെളിയ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പരിപ്പിലുള്ള പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് കഴുകിയെടുക്കുന്നത്. പരിപ്പ് കഴുകിയെടുത്ത് ഇനി വേവിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി ഇനി നമുക്കിതിൻ്റെ അകത്ത് പിന്നെ ആയിരിക്കും നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കാം. പാലിൽ ഈ പരിപ്പിന് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് നമുക്കിനി ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ഫുള്ളും. ശർക്കര എടുക്കുമ്പോഴത്തേക്കും നല്ല കറുത്ത കളറുള്ള ശർക്കര കിട്ടും. എന്നുവെച്ചാൽ നല്ല ബ്രൗൺ കളറായിട്ടുള്ള ശർക്കര. മറയൂർ ശർക്കരയായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ല കളർ കിട്ടും പായസത്തിന്. ശർക്കര ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി പൊടികളങ്ങ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചെടുത്ത് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുക്കുപൊടി കുറച്ച് ചേർത്താൽ മതി. അധികം ചുക്കുപൊടി കൂടുതൽ ചേർക്കരുത്. ഏലക്കായും ജീരകമാണ് ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത്. ജീരകപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും എല്ലാം അതിൻ്റെ അകത്ത് മിക്സ് ആയിക്കോളും. ശർക്കര ഒഴിച്ച് അന്നധാരികളിലെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇനി ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ അത്യാവശ്യം കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. ഒന്നാം പാൽ ഒഴിച്ച് ഒരു തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പായസം അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്യാവശ്യം ലൂസിനാണ് നമ്മളിത് ഉണ്ടാക്കി വെക്കേണ്ടത്. പരിപ്പായ കാരണം തണുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും. അത് കാരണം പാലൊഴിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ലൂസിൽ ഒഴിച്ച് വെക്കുക. തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പാലിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു 3/4% ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് വറുത്തെടുക്കാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി പായസത്തിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തു. ഇനി നമുക്ക് തേങ്ങയും കാഷ്നട്ടും കിസ്മിസും കൂടെ നെയ്ക്കകത്ത് വറുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പ്രഥമൻ റെഡിയായി.